കണ്ടതില്ല. കെവിൻ പീറ്റർ, കാലാകാലങ്ങളായി ഇങ്ങനെ ക്രൈസ്തവ സഭ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ പരിഗണിക്കാറുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. പക്ഷേ ഈ വഖഫിന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെയൊരു നിലപാട് മാറ്റമോ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളെ സഹായിക്കുന്ന ഒരു നിലപാടോ ഒന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അടുത്ത അവസരം വരുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ KCBC-യോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായമോ ഉന്നയിച്ച ഏത് വിഷയങ്ങളിലാണ് കോൺഗ്രസ് ക്രിസ്ത്യൻ സമുദായത്തിനൊപ്പം നിൽക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട നിയാസ് സാർ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. പിന്നെ KCBC-യുടെ നിലപാടുകളെ KCBC ഒരു അഭ്യർത്ഥനയാണ് നടത്തിയത്. KCBC ഒന്നും പഠിക്കാതെ അല്ലല്ലോ അത്തരത്തിലൊരു അഭ്യർത്ഥന നടത്തിയത്. ഈ വഖഫ് നിയമം, നിലവിലെ നിയമവും വരാൻ പോകുന്ന ഭേദഗതി എന്താണെന്നും അതുണ്ടാക്കുന്ന അപകടങ്ങൾ എന്താണെന്നും വളരെ വ്യക്തമായി പഠിച്ചതിന് കൊണ്ട് മാത്രമാണ് KCBC ഇതിന്റെ അന്തിമമായ ഒരു പരിഹാരം എന്ന നിലയിൽ ആ നിയമ ഭേദഗതി ലോക്സഭയിൽ വരുമ്പോൾ അതിനെ കേരളത്തിൽ നിന്നും ഈ പറയുന്ന KCBC-യുടെ ഉൾപ്പെടെ പിന്തുണയിൽ ജയിച്ചു പോയിട്ടുള്ള MP-മാർ അതിനെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് കോൺഗ്രസിന് അല്പമെങ്കിലും KCBC എന്ന് പറയുന്ന ആ ബോഡിയെ ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ നിശബ്ദത പാലിക്കാമായിരുന്നു. ആ അഭ്യർത്ഥന എഴുതിയതിന്റെ മഷി ഉണങ്ങുന്നതിന് മുൻപാണ് നിങ്ങൾ കോൺഗ്രസ് വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുമെന്ന് വളരെ ധാർഷ്ട്യത്തോടെ അവറ്റയോടെ KCBC-യുടെ നിലപാടിനെ തള്ളുന്ന രീതിയിൽ ധാർഷ്ട്യത്തോടെ ഞങ്ങൾ വഖഫ് നിയമ ഭേദഗതിയെ പാർലമെന്റിൽ എതിർക്കുമെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് ചോര കുടിക്കുന്ന കാര്യമൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിന്നെ കാസയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ കാസ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉയർന്നു വന്നത് തന്നെ ഇവിടെ ഞങ്ങൾ വിശ്വസിച്ചിരുന്ന, ഞാൻ ഉൾപ്പെടെയുള്ളവർ അംഗമായിരുന്ന വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനങ്ങളിൽ നിന്നും ഈ സമുദായത്തിന് ഏറ്റ തിരിച്ചടിയുടെ ഫലം തന്നെയാണ്. അല്ലാതെ കാസയല്ല ഇവിടുത്തെ വർഗീയത ഉണ്ടാക്കിയത്. ഇവിടുത്തെ വർഗീയതയാണ് കാസയെ ഉണ്ടാക്കിയത്. പിന്നെ ഈ നിങ്ങൾ ക്രിസ്ത്യാനിയായ ഏതൊരാൾ എവിടെ ഇവിടുത്തെ നിലവിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൊള്ളരായ്മകളെ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഉടനെ നിങ്ങൾ മണിപ്പൂരും പൊക്കിക്കൊണ്ടുവരും. ശരിക്കും മണിപ്പൂർ എന്താണെന്ന് വളരെ വ്യക്തമായി ഈ എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം. നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാവുന്നുള്ളൂ. മണിപ്പൂരിന്റെ തൊട്ടടുത്ത സംസ്ഥാനമാണ് മിസോറാം. അവിടുത്തെ 85% വരുന്ന ആളുകൾ ക്രിസ്ത്യാനികളാണ്. തൊട്ടടുത്ത സംസ്ഥാനം. ഈ മണിപ്പൂരിലെ ഈ കലാപം ഉണ്ടായതിനു ശേഷമാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. നിങ്ങൾ കോൺഗ്രസിനെ അവർ എങ്ങോട്ട് ഓടിച്ചു? എത്രയിൽ നിന്ന് എത്രയിലേക്ക് മാറ്റി? അവിടെ ആരാണ് വിജയിച്ചത്? BJP അല്ലേ അവിടെ വിജയിച്ചത്. കോൺഗ്രസിന് മുൻപുണ്ടായിരുന്ന സീറ്റ് പോലും മിസോറാമിൽ നിങ്ങൾ അവിടെ നിന്ന് ഓടിച്ചില്ലേ? എന്താ അവർ തൊട്ടടുത്ത സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാത്ത പൊട്ടന്മാരാണോ? പിന്നെ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ കാര്യം പറഞ്ഞു. കുറെ നാളായിട്ട് ഇപ്പൊ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ കാര്യം പറയുന്നു. ഒരു ഇത്രയും വലിയ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം ഒരു ആഭ്യന്തര പ്രശ്നം നടക്കുമ്പോൾ അത് പ്രധാനമന്ത്രി അറിയാതെയാണോ ആ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്? അവിടെ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും എല്ലാം തീരുമാനപ്രകാരമാണ്, അഭിപ്രായ പ്രകാരമാണ്. ഇതൊന്നും മനസ്സിലാക്കാത്തപ്പോൾ അതിന്റെ ആവശ്യമില്ലാന്ന് അവിടെ പോയി നിങ്ങളുടെ നേതാവ് പോയി ഷോ കാണിക്കുന്നത് പോലെ, ഉണ്ടംപൊരി തിന്നുന്നത് പോലെ, അല്ലെ അവിടുത്തെ ഭക്ഷണമൊക്കെ ചായക്കടലൊക്കെ കയറി നിന്നിട്ട് അതൊന്നും കഴിച്ച് ഷോ കാണിക്കേണ്ട കാര്യമില്ല എന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ എയർഫോഴ്സിനെ ഉപയോഗിച്ച് സ്വന്തം ജനതയ്ക്ക്, ഭാരത ജനതയ്ക്ക് മേൽ ബോംബിംഗ് നടത്തിയത് ആരാണെന്ന് നിയാസ് സാറിന് അറിയാവോ? ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നിങ്ങളുടെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാണ് സ്വന്തം ജനതയ്ക്ക് മേൽ ബോംബിംഗ് നടത്തിയത്. അതുപോലെയൊന്നും ചെയ്തില്ലല്ലോ. അവിടെ നടക്കുന്ന എല്ലാ റിലീഫ് പ്രവർത്തനങ്ങളായാലും സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളായാലും ബാക്കി ലോ ആൻഡ് ഓർഡർ എല്ലാം പ്രധാനമന്ത്രിയുടെ അറിവോടുകൂടെ തന്നെയാണ്. പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവിടെ പോയി ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നും പ്രധാനമന്ത്രിക്ക്. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. അപ്പോൾ അതൊന്നും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പൊട്ടന്മാരാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ നൈറ്റ് മാർച്ച് നടത്തിയല്ലോ. നിങ്ങളുടെ മുസ്ലിം ലീഗ്, നിങ്ങളുടെ ഘടകകക്ഷിയായിട്ടുള്ള നിങ്ങളുടെ UDF-നെ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് അവിടെ നൈറ്റ് മാർച്ച് നടത്തിയല്ലോ. എന്താണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടായിരുന്നത്? നിങ്ങൾ KCBC പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നവരാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഹൈക്കോടതി 80:20 എന്ന് പറയുന്ന അന്യായ അനുവാദത്തിനെതിരെ വിധി പറഞ്ഞല്ലോ. എന്താണ് നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ കോൺഗ്രസിന്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി എല്ലാ വിഭാഗം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹൈക്കോടതി വിധിയെ അട്ടിമറിക്കാൻ നിങ്ങൾ അപ്പീലിന് പോയിരിക്കല്ലേ? നിങ്ങളുടെ കോൺഗ്രസിന്റെ അറിവോടുകൂടെ അല്ലായിരുന്നു സർവകക്ഷി യോഗത്തിൽ BJP-യും PJ ജോസഫിന്റെ കേരള കോൺഗ്രസും അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ എത്തുത്തോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ചപ്പോഴും അമർജ്യോതി കോളേജ് അടിച്ചു തകർത്തപ്പോഴും അതുപോലുള്ള ഓരോ വിഷയങ്ങളിലും കോൺഗ്രസ് ക്രിസ്ത്യാനികളോട് കാണിക്കുന്ന എല്ലാം ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. വലിയ ആക്രമണം നടന്നപ്പോഴും എവിടെയായിരുന്നു കോൺഗ്രസ് എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കല്ലറങ്ങാട്ട് പിതാവിനെതിരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം എന്നറിയാമോ? ഇവരുടെ ആജ്ഞകളെ അനുസരിക്കാതെ എടുത്ത നിലപാടിൽ ഉറച്ചു നിന്ന ഒരേ ഒരു നട്ടലുള്ള പിതാവാണ് പാലായിലെ കല്ലറങ്ങാട്ട് പിതാവ്.
ആ ഒരു ദേഷ്യമാണ് ഇവർ ഇന്ന് ഇപ്പോൾ പോലും ഇവർക്ക് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അന്ന് പിതാവ് പറഞ്ഞപ്പോൾ സ്വന്തം സമുദായത്തിലെ യുവതി യുവാക്കളെയും അത് ബാധിക്കും എന്നുള്ള മനസ്സിലാക്കാനുള്ള ബോധമില്ലാതായപ്പോൾ ഇന്ന് മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ വിപത്ത് നേരിടുന്നത് മുസ്ലിം സമുദായം തന്നെയാണ്. പിതാവ് പറഞ്ഞത് ശരിയാണെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. അന്ന് പിതാവ് പറഞ്ഞത് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തുന്നതാണ്, ഇപ്പോൾ കുഴിമന്തിയിൽ വരെ കലക്കി കൊടുക്കുന്നില്ലേ, പറഞ്ഞില്ലേ ആളുകൾ. അപ്പോൾ നിങ്ങൾ ഈ ആളുകളെ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് പൊട്ടന്മാർ. ഞങ്ങൾക്ക് അറിയേണ്ടത് നാളെ പാർലമെന്റിൽ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുമോ അതോ മതമൗലികവാദികളെ ഭയന്നുകൊണ്ട് അവർക്ക് മുന്നിൽ മുട്ടിലിടഞ്ഞുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി നിൽക്കുമോ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. അല്ലാതെ ഇതിലെ നിയമങ്ങൾ ഇപ്പൊ താങ്കൾ പറഞ്ഞു വഖഫ് ബൈ യൂസർ, അത് ഏറ്റവും വലിയ അപകടകരമായ നിയമമല്ലേ, അതിലൂടെ മാറണ്ടേ? നാളെ ഇങ്ങനെ വന്നാൽ ഇപ്പോൾ KCBCയുടെ എറണാകുളത്തെ കാര്യാലയത്തിന് നേരെ POC നിലയും നാളെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതും കേസിലാവില്ല. അപ്പോൾ ഇതൊക്കെ സാധിക്കുന്ന തന്നെ. അതുപോലെ നിങ്ങൾ വഖഫ് ബോർഡിനെയും ദേവസ്വം ബോർഡിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് കൊണ്ട് ദേവസ്വം ബോർഡ് ആരുടെ സ്വത്ത് അപഹരിക്കാൻ പോയിട്ടുണ്ട്? മറ്റ് മതക്കാരുടെ സ്വത്തുകളൊന്നും ദേവസ്വം ബോർഡ് അപഹരിക്കാൻ പോയിട്ടില്ല. ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങളുടെ സ്വത്തുക്കൾ ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കേസ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സ്ഥലം കയ്യേറിക്കൊണ്ട് അവിടെ പള്ളി പണിത സാഹചര്യമൊക്കെ ഉണ്ട് നമ്മുടെ മുന്നിൽ. അത്തരം ആശങ്കകളിൽ നിന്നുകൊണ്ട് കൂടിയാണ് തലയിൽ വർക്ക് ചെയ്ത് മുഴുവനും ഈ ജന TV കയറിയതിനു ശേഷം അങ്ങയുടെ മനസ്സിൽ മുഴുവനും വർഗീയത കർണാടകയിലെ വിജയപുരത്ത് 1500 ഏക്കർ കൃഷിഭൂമി വഖഫ് കയ്യേറി, വഖഫ് ബോർഡ് കയ്യേറി. അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സ്ഥലമല്ലേ കർണാടക വിജയപുരത്ത് 1500 ഏക്കർ കൃഷിഭൂമി. അതിലൊരു കർഷകൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതെങ്ങനെയാണ് വഖഫിന് അവകാശപ്പെടാൻ കഴിയുന്നത്? വർഗീയത തലയിൽ കയറിപ്പോയോ? അങ്ങേപോലെ ഏറ്റവും നല്ല അതെന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, അതെന്റെ വ്യക്തിപരമായ നിലപാട്. താങ്കൾ അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. താങ്കൾ അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. താങ്കൾ അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ആരാണ് കൃത്യമായ വർഗീയവാദി എന്ന്, ആരാണ് കൃത്യമായ വർഗീയതയ്ക്കൊപ്പം നിലനിൽക്കുന്നത് എന്ന് ഈ രാജ്യത്തെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല താങ്കളെ പോലെയുള്ള ഏറ്റവും നല്ല താങ്കൾ എന്തിനാണ് വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് കടക്കുന്നത്? താങ്കൾക്ക് മറുപടി പറയാൻ, ദയവായി താങ്കൾക്ക് മറുപടി പറയാൻ ഞാൻ ഒട്ടേറെ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു. താങ്കൾക്ക് മറുപടി പറയാൻ ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. അങ്ങനെയാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത്. അത് എന്റെ നിലപാടാണ്. താങ്കൾ ദയവായി മാധ്യമ പ്രവർത്തകയാവണം. താങ്കൾ വർഗീയത്തിന്റെ മാധ്യമപ്രവർത്തക എന്ന തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. കർണാടകയിൽ എങ്ങനെയാണ് 1500 ഏക്കർ കൃഷിഭൂമി വഖഫ് ബോർഡിൻ്റെതായി വന്നു ചേരുന്നത്? വഖഫ് ബോർഡിന് എങ്ങനെയാണ് അവിടെ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത്? അതിനൊന്ന് മറുപടി പറയൂ. നോക്കൂ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഈ ലോകത്ത് മുഴുവനും ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ കർണാടകയിലെ കൃഷിഭൂമിയിൽ എവിടെയാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും? കർണാടകയിലെ കൃഷിഭൂമിയിൽ എവിടെയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും? താങ്കളാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. നിങ്ങൾ താങ്കളെ പോലെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഇതുപോലെയുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നിലപാടിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകയായ അങ്ങ് തരം താഴരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. താങ്കൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയല്ല വേണ്ടത്. എന്നെ വ്യക്തിപരമായി ആക്രമിക്കുകയില്ല വേണ്ടത്. എന്റെ നിലപാടിന് പിന്നിൽ എന്റേതായ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ശ്രീ നിയാസ്, കർണാടകയിൽ 1500 ഏക്കർ ഭൂമി എങ്ങനെയാണ് വഖഫ് ബോർഡിലേക്ക് വന്നു ചേരുന്നത്? അതിനൊന്ന് മറുപടി പറയൂ. ഞാൻ എന്നെ തല്ലേണ്ട മാവ, ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടേ, 84% ഹിന്ദുക്കളുള്ള, ആകെ 6-7% മാത്രം മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക. അവിടെ ജയിച്ചത് RSSകാരല്ല, അവിടെ ജയിച്ചത് BJPക്കാരല്ല, അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അത് കോൺഗ്രസ് വ്യവസ്ഥാപിതമായി കൃത്യമായി അത് പ്രകടന പത്രിക വെച്ച് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് കൃത്യമായി പറയുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമാണ്.
ആ നിലയ്ക്ക് അതായത് സർക്കാർ കോൺട്രാക്ടുകളിൽ 4% മുസ്ലിം സംവരണം ഏർപ്പെടുത്തിയതാണ് നിങ്ങളുടെ മതനിരപേക്ഷത. ഭരണഘടനാപരമായ കാര്യങ്ങൾ പോലും ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ പോലും ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ, പ്രത്യേക മതവിഭാഗത്തെ ഇങ്ങനെ പ്രീണിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ശ്രീ PM നിയാസ്. കാസിയുടെ പ്രതിനിധി കെവിൻ പീറ്ററിന് അക്കാര്യത്തിൽ ഒരു സേ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം പറയട്ടെ നീലിമ അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. കാടടച്ച് വെടിവെക്കരുത്. അവിടെ താങ്കളുടെ പാർട്ടി, അതായത് താങ്കളുടെ ജനം TVയുടെ പാർട്ടിയായ BJP ഭരിച്ചപ്പോൾ അവിടെ ന്യൂനപക്ഷ അവകാശങ്ങൾ കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ച ആ കാര്യങ്ങളിൽ മുസ്ലിങ്ങളെ വെട്ടിമാറ്റി. അത് ഉൾക്കൊള്ളിക്കുക മാത്രമാണ് ചെയ്തത്. ന്യൂനപക്ഷങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തുന്നത്? എവിടെയാണുള്ളത് ഭരണഘടനയിൽ? അതൊന്ന് പറയൂ നിയാസ്. ഗവൺമെന്റ് കോൺട്രാക്ടുകളിൽ 4% സംവരണം ഏർപ്പെടുത്തിയത് നിങ്ങളാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു? ഒന്ന് ദയവ് ചെയ്ത് ഇതിനൊന്നും നിയാസിന് മറുപടിയില്ല. സത്യം പറയുന്നവരെ വർഗീയവാദിയാക്കുന്ന നിങ്ങളുടെ സമീപനം മനസ്സിലാക്കും. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്നെ ചർച്ചയ്ക്ക് ദയവായി വിളിക്കരുത്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒന്ന് കേൾക്കാൻ താങ്കൾ തയ്യാറാവണം. താങ്കൾ മനസ്സിലാക്കേണ്ടത് അവിടെ നടന്നത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ള അവകാശങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ ആളുകളെ 4% വെട്ടിമാറ്റി അതുകൂടി മറ്റ് ഇതര മത ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുവാൻ തീരുമാനിച്ച താങ്കളുടെ ജനം TVയുടെ BJP ഭരിച്ചപ്പോൾ ചെയ്ത ആ അപാകത പരിഹരിക്കുക മാത്രമാണ് അവിടെ ചെയ്തത്. അല്ലാതെ പുതുതായി കൊടുത്തതല്ല. നേരത്തെ അവിടെ ഉണ്ടാക്കിയ താങ്കളുടെ BJP സർക്കാർ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അപര്യാപ്തത അല്ലെങ്കിൽ അത് മാറ്റി വെക്കുക മാത്രമാണ് ചെയ്തത്. അതായത് അവിടെ നേരത്തെ മുസ്ലിം സമുദായത്തോട് കാണിച്ച കൊടിയ പീഡനം അല്ലെങ്കിൽ കൊടിയ തരത്തിലുള്ള തീരുമാനം അത് തിരുത്തുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ താങ്കൾ ഉദ്ദേശിക്കും പോലെ അവിടെ മറ്റൊരു കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഹൈക്കോടതി സുപ്രീം കോടതി ഇടപെടാത്തത്. താങ്കൾ പറഞ്ഞല്ലോ എന്ത് അധികാരമാണ്? ഭരണഘടന ഇല്ലാത്ത അധികാരം ഒരു ഗവൺമെന്റ് ചെയ്താൽ അത് ഭരണഘടനാ സംവിധാനം നിൽക്കുന്ന കോടതി അത് എടുത്തു പറ്റില്ലേ? എന്താ അവിടെ ചെയ്തത്? താങ്കളുടെ BJP ഗവൺമെന്റ് ചെയ്ത വളരെ വളരെ വ്യവസ്ഥാപിതമായ ഏകപക്ഷീയമായ നിലപാട് ഒരു സമുദായത്തെ മാറ്റി നിർത്തിയപ്പോൾ അത് തിരിച്ചെടുക്കുക മാത്രമേ ചെയ്തത്. ആ തീരുമാനമാണ് എടുത്തത്. അത് താങ്കൾ പരിശോധിക്കുക. താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ എഴുതണം. അല്ല, ഒരു സംശയമില്ല. അവിടെ വളരെ കൃത്യമായി എന്താണ് കാര്യങ്ങൾ നടന്നത്. അങ്ങയുടെ ക്യാപ്സുകൾ തൽക്കാലം വിഴുങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല. ശ്രീ കെവിൻ പീറ്റർ, കർണാടകയിൽ നടന്നത് അതാണോ? BJP എടുത്ത ഒരു നിലപാടിനെ തിരുത്തുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. മുൻപുണ്ടായിരുന്ന BJP ഭരണകാലത്ത് മുസ്ലിം സമുദായത്തെ ഗവൺമെന്റ് ടെൻഡറുകളിൽ നിന്നോ മറ്റിതിൽ നിന്നോ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. അങ്ങനെയല്ല അവിടെ സംഭവിച്ചത്. ബഡ്ജറ്റിൽ ഉണ്ടായ കാര്യങ്ങൾ മറ്റൊന്നാണ്. അത് ഇനി കേസിലേക്ക് പോകുന്നതേ ഉള്ളൂ. അത് നിയാസ് ഭായി പറഞ്ഞത് തെറ്റാണ്. ശരിക്കും അങ്ങനെയാണ് നിങ്ങളുടെ കോൺഗ്രസിന്റെ നിലപാടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ന്യൂനപക്ഷ സംവരണ അനുപാത വിഷയത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് ഹൈക്കോടതിയുടെ വിധിയെ അട്ടിമറിക്കാനായിട്ട് അപ്പീലിന് പോയത്? മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കോടതി പറഞ്ഞ ഇതിവിടെ ചെയ്യേണ്ടേ നിങ്ങൾ ഇല്ലേ? നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവരണം, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളും ഒരു കുറവും വരാതിരുന്നിട്ട് കൂടി മുന്നോക്കരിലെ പിന്നോക്കർക്ക് EWS സംവരണത്തെ അട്ടിമറിക്കാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ സമുദായത്തിലെ തന്നെ ഒരു സഭയെ നിങ്ങളുടെ മുന്നണിയെ നിയന്ത്രിക്കുന്ന ഘടകകക്ഷിയായ കുഞ്ഞാലിക്കുട്ടി പോയി കണ്ടതിന് വേണ്ടിയിട്ടായിരുന്നു. ഇത് നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് വെള്ളപൂശാനൊന്നും പോകരുത്. അപ്പോൾ നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ. നിങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് ഒന്നും പോകാതെ നാളെ നിങ്ങളെ എന്താണ് നിലപാട് അവിടെ എടുക്കാൻ പോകുന്നത് എന്ന് പറയും. നിങ്ങൾ അതിനെ എതിർക്കുമോ ഇല്ലയോ? അതാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്. ഇത്രയധികം വിഷയങ്ങൾ കേരള സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും നിങ്ങൾ നാളെ ആ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുമോ അതോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. നിങ്ങൾ അതിലേക്ക് വരൂ. നിയാസ് ഭായ്, താങ്കൾ സംസാരിച്ചോളൂ. എന്റെ സമയം എടുത്ത് താങ്കൾ ആവശ്യം